പലപ്പോഴും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് മക്കളുടെ മാനസിക നിലകളെ പോലെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കുട്ടികളോട് എന്തും പറയും, അത് എങ്ങനെയും ആവാം, അതിൻ്റെ പോസിറ്റീവ് വശമോ നെഗറ്റീവ് വശമോ ഒന്നും ആലോചിക്കാറില്ല. പക്ഷെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി പോലും അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായ ഒരു കാലമാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത്. ഇതും ഒരു അനുഭവമാണ് സർ. ഒരു ചെറിയ ഒരു ഘട്ടത്തിൽ സ്വന്തം മേലെയുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു LKG തലത്തിൽ പഠിക്കുന്ന കുട്ടിനെ കുറിച്ച് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയാം, അവളുണ്ടല്ലോ ഇന്നലെ എഴുതാതെ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി വേഗം കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടും. കുറച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുട്ടീനോട് എന്നെ എല്ലാവരും ഇടയിൽ വെച്ചിട്ടാണ് മാനം കെടുത്തിയത്, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അത് പറയണത് LKG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് അത്ര ചെറുപ്പം മുതൽ പോലും തങ്ങളുടെ അഭിമാനബോധവും അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ചുള്ളൊരു എന്താ പറയുക, അല്ല, ഈഗോ ഇല്ലാത്ത ആരുമില്ല. നമ്മൾക്ക് ഈഗോ ഉള്ളതുപോലെ അതിൻ്റെ ഇരട്ടി ഈഗോ കുട്ടികൾക്കുണ്ട്. ആ ഈഗോ ആണ് ഇവിടെ വലിയ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് മാത്രമേ അഭിമാനബോധമുള്ളൂ. ചെറിയ കുട്ടിയല്ലേനാ, ചെറിയ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി കേസുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടാവും. ഞാൻ പറയാറുണ്ട്, കുട്ടീനെ പുറത്ത് വെക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരരുത്. കാരണം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഈ പ്രായത്തിൽ കുട്ടി കേൾക്കുമ്പോൾ അത് ആ കുട്ടിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഞാൻ പറയുന്നത്. ആത്മാഭിമാനം അല്ലേ, അത് ക്ഷതപ്പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന അതാണ്. ഞാൻ ഉപ്പനോട് ഉമ്മയോട് എല്ലാവരോടും പറഞ്ഞില്ലായിരുന്നോ, എനിക്കത് ഇഷ്ടമല്ല, എന്നെ ഒന്ന് ചേർത്തി തരി, ഇതൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെയാണല്ലോ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയത്. അതാണല്ലോ എൻ്റെ കരിയർ ഇങ്ങനെ ആയത്, എൻ്റെ പഠനം ഇങ്ങനെ ആയത്. പിന്നെ ആ ചേർത്തിയതിനായിരിക്കും എല്ലാ കുറ്റങ്ങളും കുട്ടി പറയാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.